ഹലോ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ 2-3 ആഴ്ചകളായി ആദിലെ നമുക്ക് വെറുത്ത് അങ്ങേയറ്റത്തെ ഒരു വെറുപ്പിൻ്റെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ആദിലേനെ വെറുപ്പിൻ്റെ അങ്ങേയറ്റാലും പുറത്താക്കാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നെ അനുമോളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അനുമോളും ആദിലയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അനുമോളെ തള്ളിപ്പറഞ്ഞാണ്, എന്നിട്ട് പോലും പിന്നെയും പുറകെ കിടന്ന് ഫ്രണ്ട്ഷിപ്പാക്കി. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദിലയുടെ കാര്യം വളരെ നൈസായിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത്. ഇത്രയും പോരായിരുന്നു. കാരണം ഒരാളിനെ വളരെ മോശമായിട്ട് ഇത്രയൊക്കെ ചെയ്ത് പറഞ്ഞ് ഭയങ്കര ഒരു തെറി വിളിച്ചുകൊണ്ട് മുതുവത്തിടിച്ച് അങ്ങനെ ഇത്രയും ഒരു ഇറിറ്റേറ്റ് ചെയ്ത ഒരു വ്യക്തിയെ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ കൂളായിട്ട് അങ്ങ് കൈകാര്യം ചെയ്ത് വിട്ടു. ഇത് വേറൊരാളായിരുന്നെങ്കിൽ, തിരിച്ച് അനീഷായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അനീഷായിരുന്നു ആദിലേനെ ഇങ്ങനെ ഇടിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ എന്തായിരുന്നു സംഭവിക്കുന്നത്? ഇത് മാത്രം നമ്മൾ ഓർത്താൽ മതി. അപ്പം ഇത് വളരെ നൈസായിട്ട് എന്നിട്ട് പറയുന്നത് മനസ്സിലാക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ അതൊരു ഭയങ്കര സ്നേഹമാണ്, അനീഷിനോട് ഭയങ്കര സ്നേഹമാണ്, ആ സ്നേഹം കൊണ്ടാണ് ചൊറിയാൻ പോണേന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉളുപ്പുണ്ടോ? പറയാനൊരു ഉളുപ്പ് വേണ്ടേ? ഈ പറയുന്നവർക്ക് ഒരു ഉളുപ്പ് വേണ്ടേ? സ്നേഹം കൊണ്ടാണ് ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നൂറയോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്, നൂറ എപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നു ആ സ്നേഹം കൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചു ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് നൂറയുടെ ഒരു വാക്ക് വെച്ചപ്പോൾ നൂറ എന്താണ് പറഞ്ഞത്? വേറെ നിവർത്തിയില്ലല്ലോ, സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലാണ് നൂറ സംസാരിച്ചത്. സഹിച്ചല്ലേ പറ്റൂ, വേറെ മാർഗമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് സഹിച്ചങ്ങ് എങ്ങനെയെങ്കിലും പെട്ടുപോയില്ലേ? ഇതാണ് നൂറ് പ്രയോഗിച്ച വാക്ക്, നിങ്ങൾ കേട്ട് കാണും, പെട്ടുപോയില്ലേ. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് നമ്മളെല്ലാം അനുഭവിക്കണം. കാരണം നമ്മൾ പെട്ടുപോയി, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും വഴി നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളതെല്ലാം അനുഭവിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. കാരണം നിരാശയുടെ അങ്ങേയറ്റത്തെ ഒരവസ്ഥയിൽ നിന്നാണ് അത്തരം വാക്ക് വരുന്നത്. സാധാരണ പല ആൾക്കാരും പറയുന്നത് കണക്ക് വളരെ നിസ്സാരമായിട്ട് നമ്മളിങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എവിടെയെങ്കിലും ഇരുന്ന് പറയുമ്പോൾ ഇവളെ കൊണ്ട് തോറ്റു. ഇപ്പം എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ പറയും, ഇവളെ നീ എങ്ങനെ സഹിക്കുന്നു? അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയും, അത് ഞാനങ്ങ് പെട്ടുപോയില്ലേ, സഹിച്ചാലേ പറ്റൂ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു തമാശയായിട്ട് പറയും. പക്ഷേ ഒരു റിയാലിറ്റി ഷോയാണ്. ഈ ലാലേട്ടനെ പോലുള്ള ഒരു ആങ്കർ വന്നതെന്ന്, അവതാരകൻ വന്നതെന്ന് ഒരു എപ്പിസോഡിലാണ് ചോദിക്കുന്നത്. അപ്പം നൂറ പറഞ്ഞ് ഞാൻ പെട്ടുപോയില്ലേന്ന്. വളരെ നമ്മൾ സൂക്ഷിച്ചാണ് ഓരോ വാക്കുകളും പ്രയോഗിക്കേണ്ടത്. ഇതൊരു തമാശ രൂപത്തിൽ എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ ഇതൊരു തമാശയാണോ? കാരണം നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ പല തവണയും ഈ ഇവർ തമ്മിലുള്ള വഴക്കുകളുണ്ട്. അപ്പം നൂറ തലയെ കൈവെക്കുന്നുണ്ട്. പല സമയത്ത് നൂറ നീ അങ്ങനെ ചെയ്യരുത് ആദില എന്നും പറഞ്ഞ് നൂറ ഈ ആദിലയുടെ പുറകെ ഓടുന്നുണ്ട്, പുറകെ തടസ്സം പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴൊന്നും ആദില കേൾക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ നൂറയുടെ മുഖം കാണുമ്പോൾ അറിയാം നൂറ നിരാശയുടെ പടുകുഴിയിലാണ്. കാരണം കളഞ്ഞിട്ട് പോകാനും വയ്യ, കളയാനും വയ്യ, കളയാതിരിക്കാനും വയ്യ, ഇല്ല കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നൂറയുടെ ഒരവസ്ഥ. അത് തന്നെയാണ് ഇന്നിപ്പം ഈ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടുപോയില്ലേ എന്നുള്ളൊരു വാക്ക്. ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം. കാരണം എനിക്കിത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. കാരണം 3-4 ആഴ്ചയായിട്ട് നമ്മൾ ഈ ആദിലയുടെ വളരെ ഇറിറ്റേറ്റഡുള്ള ക്യാരക്ടർ കണ്ടുപോയിരിക്കുകയാണ്. ഒരിക്കലും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തുന്നില്ല, പഞ്ചായത്തിൽ പോലും കയറ്റാൻ കഴിയാത്ത സാധനമാണ് എന്നുള്ളത് നമുക്ക് ആ ക്യാരക്ടർ കൊണ്ട് മനസ്സിലായി. കാരണം ഇതിനോടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ സഹകരിക്കുക? ഇതിനോടൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും, സഹകരിക്കാൻ പറ്റും? കാരണം വായ എടുത്തു കഴിഞ്ഞാൽ പറയുന്ന മുഴുവൻ തെറിവാക്കുകളാണ് വായിൽ വീഴുന്നത്. പിന്നെ നോട്ടവും ഭാവവും എല്ലാം ഇപ്പം ഇടിക്കുന്ന രീതിയിലാണ്. പിന്നെ ഇപ്പം അനുമോളെന്ന് പറയുമ്പോൾ അനുമോളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു കൂട്ട് വേണം. അപ്പോൾ അനുമോളെ ആയിട്ട് കൂടുന്ന എന്തിനാണ്? അനുമോള് നോമിനേഷനില്ല, അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അനുമോളോട് കൂടുന്നത്. അത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഗെയിം പ്ലാന് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അനുമോളെ പലതവണ ആദില കുറ്റം പറയുന്നുണ്ട്. നീ അവളെ കൂടുതൽ ഓക്കെ ആക്കാൻ പോകണ്ട, അവൾ കരഞ്ഞാൽ അവളുടെ മനസ്സ് വിഷമിച്ചാലോ നീ ഓക്കെ ആക്കാൻ പോകണ്ട ബേബി എന്ന് ആദില നൂറയോട് പറഞ്ഞു കൊടുക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അപ്പം ഇവർ അനുമോളോട് കൂട്ടുകൂടിയിരിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരിക്കലും അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പറയുന്നവർ നിങ്ങൾ പറഞ്ഞു, പക്ഷേ അനുമോളുമായിട്ട് യാതൊരയും നൂറയും കൂടിയിരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നൂറയെ സംബന്ധിച്ച് നൂറയ്ക്ക് കുറച്ച് കൺട്രോളുണ്ട്, എല്ലാത്തിനും കാരണം കുറച്ചും കൂടി പക്വതയുണ്ട് എന്നുള്ളതാണ്. ഒരു മെച്യൂരിറ്റി ഉണ്ട്. ഇത് ചെയ്യരുത്, കാരണം ഇതൊരു റിയാലിറ്റി ഷോ
പറയുകയാണ് പുറത്തേക്ക് പോകുന്നതാണ്, നമ്മളിവിടെ വന്നിരിക്കുന്ന ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതില്ലാതെ ആദില എല്ലാവരോടും എടുത്തടിച്ച് ക്യാരക്ടറാണ്, ആരോടും ചീത്ത പറയും, ആരെ എന്തും പറയുന്നതിനൊരു ഇതില്ല, മാതാപിതാക്കളെ പോലും തെറി വിളിക്കുകയും മാതാപിതാക്കളെ പോലും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവർ രണ്ടുപേരും. അത് തന്നെ ഒരാളായിട്ടല്ല, രണ്ടുപേരും മാതാപിതാക്കളെ അധിക്ഷേപിച്ചതിൽ ഒന്നാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ലാലേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇന്നിപ്പോൾ ലാലേട്ടൻ ഇന്നലെ തന്നെ എപ്പിസോഡ് ചോദിച്ചില്ലേ, ലാലേട്ടനോട് ചോദിച്ച ചോദ്യം എന്താണ്, അതിൽ ഞാൻ എന്നെ വീട്ടിലോട്ട് ഒന്നും കൂടി ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളെന്നല്ല എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും, എനിക്കൊരാളും വ്യത്യാസമില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. കാരണം ലാലേട്ടൻ ആ പറഞ്ഞതിൽ നിന്ന് ഒരു പടി പിന്നോക്കം പോയിരിക്കുകയാണ്. കാരണം ലാലേട്ടന് മനസ്സിലായി, ഇവിടെയുള്ള ആൾക്കാരത് പറയുന്നത്, ലാലേട്ട നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും, നിങ്ങളുടെ ദേഹത്തോട്ടായിരിക്കും അഴുക്ക് വെള്ളം എടുത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ പാത്രം കഴിയ വെള്ളം നിങ്ങളുടെ മോന്തയ്ക്ക് ഒഴിച്ചു തരും എന്ന് പറയുന്നതാണ്. ഇതാണോ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, സ്നേഹമുള്ള ഒരാളിൻ്റെ ദേഹത്തോട് പാത്രം കഴിയുക വെള്ളം ഒഴിക്കുന്നതാണോ, അല്ലെങ്കിൽ മുതുവത്തിടിക്കുന്നതാണോ? അയാൾ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അത്രമാത്രം ദ്രോഹിക്കുന്നതാണ് സ്നേഹം. ഇത് ആരോട് പറയുന്നില്ല ലാലേട്ടാ, നിങ്ങൾ വേറെ വല്ലയിടത്തും ഇല്ല പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് വല്ല കുഞ്ഞു മക്കൾ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് പോയി പറ, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരോടൊക്കെ പോയി. ഞങ്ങളോട് പറയരുത് ഈ കാര്യങ്ങളൊന്നും. ഇവരെന്താണെന്നും ഇവരെങ്ങനെയാണ് അനീഷിനെ ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നതെന്നും ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്നും അയാളെ ഇത്രമാത്രം ദ്രോഹിക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയ്യോ സ്നേഹം കൊണ്ട് മൂടിയെന്നതാണ് എന്നൊന്നും പറഞ്ഞ് ആരും വരരുതേ, പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല ലാലേട്ട. അതുകൊണ്ടാണ്